ബി.ജെ.പി. ഭരിക്കുന്ന പന്തളം നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചു. LDF കൊണ്ടുവന്ന അവിശ്വാസം നാളെ ചർച്ചയ്ക്കടിക്കാനിരിക്കെയാണ് നാടകീയ രാജി. ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെ ചർച്ച ചെയ്യാനിരിക്കെയാണ് പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ യു രമ്യയും അപ്രതീക്ഷിതമായി രാജിവെച്ചത്. ബി.ജെ.പി. സസ്പെൻഡ് ചെയ്ത KV പ്രഭയുടെ ഉൾപ്പെടെ പിന്തുണയോടെയാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. നിലവിൽ ബി.ജെ.പിക്ക് 18, LDFന് 9, UDFന് 5, ഒരു സ്വതന്ത്രൻ എന്ന നിലയിലാണ് പന്തളം നഗരസഭയിലെ അംഗസംഖ്യ. ഇതിൽ KV പ്രഭയടക്കം 3 ബി.ജെ.പി. കൗൺസിലർമാരുടെയും കോൺഗ്രസിന്റെയും പിന്തുണ LDFനുണ്ട്. അവിശ്വാസം വിജയിക്കുമെന്ന് ഉറപ്പായതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചെയർപേഴ്സന്റെയും വൈസ് ചെയർപേഴ്സന്റെയും രാജി. അഴിമതി നിറഞ്ഞ ബി.ജെ.പി. ഭരണസമിതിയെ പന്തളത്തെ ജനങ്ങൾ ഇനി വിജയിപ്പിക്കില്ലെന്നും ഭരണത്തിൽ തിരിച്ചുവരാമെന്ന ബി.ജെ.പിയുടെ മോഹം അതിമോഹമാണെന്നും LDF പാർലമെന്ററി പാർട്ടി ലീഡർ ലസിത പറഞ്ഞു. നാളെ നടക്കാൻ പോകുന്ന അവിശ്വാസ പ്രമേയം ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള ഒരവസ്ഥാവിശേഷം കരഗതമായതപ്പോൾ കൊണ്ടാണ് ബി.ജെ.പിയുടെ നേതാക്കന്മാരെ ഇവിടെ എത്തിച്ചേർന്നതും എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതും. എന്നാൽ ഒരു കാരണവശാലും ഈ അവിശ്വാസ പ്രമേയം നാളെ പാസ്സാവുകയില്ല എന്നുള്ളൊരു സന്ദർഭമാണ് ഇവിടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ RSSന്റെ നേതാക്കന്മാർ ഇവിടെ വന്ന് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെക്കാൻ ആവശ്യപ്പെട്ടതും അവർ രാജിവെച്ചൊഴിഞ്ഞു പോയതും. എന്നാൽ അവിശ്വാസം പരാജയപ്പെടുമായിരുന്നുവെന്നും ബി.ജെ.പി. തന്നെ അധികാരത്തിൽ തിരിച്ചുവരുമെന്നും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് VA സൂരജ് പറഞ്ഞു. ബി.ജെ.പി. തന്നെ ഉറപ്പായിട്ടും നഗരസഭ ഭരിക്കും. അതിനകത്തിന് ബി.ജെ.പിയെ അകറ്റി നിർത്താൻ വേണ്ടി LDF, UDF എന്ത് ശ്രമം നടത്തിയാലും ആ ശ്രമങ്ങളൊന്നും വിജയിക്കത്തില്ല. അത് വ്യാമോഹമായിട്ട് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ബി.ജെ.പി. തന്നെ ഇവിടെ ഭരിക്കും. അഴിമതിയും ഏകാധിപത്യ സ്വഭാവവും നിറഞ്ഞ ബി.ജെ.പിയുടെ ഭരണസമിതിക്കേറ്റ തിരിച്ചടിയാണ് ഇരുവരുടെയും രാജിയെന്നും തന്റെ പോരാട്ടം വിജയിച്ചുവെന്നും ബി.ജെ.പി. സസ്പെൻഡ് ചെയ്ത കൗൺസിലർ KV പ്രഭ പറഞ്ഞു. പന്തളം നഗരസഭയിൽ നടന്നത് ഒരു ഭരണ സംവിധാനം, ഒരു പാർട്ടി സംവിധാനങ്ങളെ മറയാക്കിക്കൊണ്ടൊരു ഭരണ സംവിധാനം എത്ര നാളും മുന്നോട്ട് നിയമപരമല്ലാതെ പോകാനൊക്കത്തില്ല. അതിന് കടഞ്ഞേണ്ടിടേണ്ടി വരും. ജനഹിതമാണ് ജനാധിപത്യം. ജനഹിതത്തിനനുസരിച്ച് ജനാധിപത്യത്തിൽ ഭരണം നടത്തണം. ഏതൊരു ഭരണസമിതി അംഗങ്ങളായാലും ഞാൻ ഉൾപ്പെടെ ജനങ്ങളുടെ ദാസനാണ്. രാഷ്ട്രീയമായി ബി.ജെ.പിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് പന്തളം നഗരസഭയിലേത്. ഏറെ നാളായി അഴിമതി ആരോപണങ്ങളും തമ്മിലടിയും ബി.ജെ.പി. ഭരണസമിതിയെ വേട്ടയാടുന്നുണ്ടായിരുന്നു. പാലക്കാട് തോറ്റ ബി.ജെ.പി. സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിനായിരുന്നു പന്തളം നഗരസഭയുടെ ചുമതല. പന്തളത്തെ ബി.ജെ.പിയുടെ തകർച്ചയ്ക്ക് കാരണക്കാരൻ കൃഷ്ണകുമാറാണെന്നാണ് ഒരു വിഭാഗം കൗൺസിലർമാർ ആരോപിക്കുന്നത്. സംസ്ഥാനത്തെ നഗരസഭകളിൽ പാലക്കാടും പന്തളത്തും മാത്രമായിരുന്നു ബി.ജെ.പിക്ക് ഭരണമുള്ളത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.